എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞങ്ങൾക്കും ഉണ്ട് കുറേ സ്വപ്നങ്ങൾ. അതിലേറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ബൈക്കിലൊരു ലോങ് ജേണി. അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയിൽ. ടോപ്പ് ബോക്സ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന കേരിയർ കാര്യങ്ങളൊക്കെ ഒന്നും കടയിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിയതല്ല. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും കൂടിയിട്ട് അതുകൊണ്ട് നമുക്ക് ഇത്ര വെയിറ്റ് താങ്ങൂല. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സെറ്റപ്പുകൾ വേറെ നമ്മൾ എക്സ്ട്രാ ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയല്ല. ഇനി കുറച്ച് തല വേണം. അപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തല കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ നല്ല തലയുള്ള ഒരാളെ കണ്ടുപിടിച്ചു. ആളിൻ്റെ റിലേറ്റീവ് തന്നെയാണ്. പേര് ബൈജു ഏട്ടൻ. പുള്ളിക്കാരൻ്റെ ഒരു അസാധ്യ പണിക്കാരനാണ്. പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്ന പണിയൊന്നുമില്ല, എല്ലാ പണിയും അറിഞ്ഞൂടാത്ത ഒരു പണിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ തന്നെ നമുക്ക് കിട്ടി. മൂപ്പരുടെ വീട്ടിൽ തന്നെയാണ്. ഫുൾ ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ഞായറാഴ്ച നോക്കി തന്നെ എല്ലാവരും കൂടെ അങ്ങോട്ട് എത്തി. നേരെ വണ്ടിയും ബോക്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് പണി തുടങ്ങി. ഈ സാധനങ്ങളൊക്കെ പിന്നെ നമ്മൾ വാങ്ങിയത് കോഴിക്കോട് നടക്കാവിലുള്ള റിയൽ ആക്സസറീസാണ്. അവിടുന്ന് ഒരു 55 ലിറ്ററിൻ്റെ ടോപ്പ് ബോക്സ്, ഒരു 65, ഒരു 45, പിന്നെ ഒരു ബാഗ്. ഇത്ര സാധനങ്ങളാണ് വാങ്ങിയത്. ഇത് മൊത്തം നമ്മൾ കൊണ്ടുവന്ന് നേരെ ഇനി വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറേ മെറ്റീരിയൽസ് ഒന്നും നമ്മൾ വാങ്ങിയിട്ടില്ല. കുറേ ബൈജോടൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയതും പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയതെല്ലാം ഗ്രൈൻഡർ വെച്ച് അതിൻ്റെ മുകളിൽ പ്രൈമറും പെയിൻറ്റും ഒക്കെ ചുരണ്ടി കളഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കേരിയറിന് നീളം കുറവാണ്. അപ്പോൾ അതായത് സീറ്റിൽ വെച്ച് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ബോക്സ് ആളുടെ പുറത്ത് തട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് കൂട്ടിയിട്ട് ടോപ്പ് ബോക്സ് ഫിറ്റ് ചെയ്യാനുള്ള പ്ലേറ്റ് ഇല്ലേ കേരിയറിൻ്റെ മുകളിലുള്ള, അത് നല്ല രീതിയിൽ ബാക്കോട്ടാക്കിയിട്ട് വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് അതിന് ബാക്കിൽ നിന്ന് 2 സപ്പോർട്ട് ബാക്കിലെ ഫൂട്ടർസിൻ്റെ ഹോൾഡറിലേക്ക് 2 സ്റ്റേ കമ്പി ഇട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോഡ് താങ്ങിക്കോളും. സപ്പോർട്ട് താഴേക്കും കൂടെ വരുന്നതുകൊണ്ട് പിന്നെ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് ആളെ കൈ തട്ടിക്കഴിഞ്ഞാൽ മുറിയാത്ത വിധത്തിലാക്കി കൊടുത്ത്. അല്ലെങ്കിൽ നമ്മൾ ബോക്സ് ഊരുമ്പോഴും ഇടുമ്പോഴും അതുപോലെ തന്നെ വള്ളി വെച്ച് കെട്ടുമ്പോഴൊക്കെ ആരെങ്കിലും കൈ തട്ടിക്കഴിഞ്ഞാൽ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കുട്ടാപ്പി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്ലേറ്റാണ് ടോപ്പ് ബോക്സിൻ്റെ കൂടെ വരുന്നത്. അത് നമ്മൾ വണ്ടീൻ്റെ കേരിയറിന് മുകളിൽ ബോൾട്ട് ചെയ്ത് ഉറപ്പിച്ച് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ടോപ്പ് ബോക്സ് കയറ്റി വെക്കുക. ഇപ്പോൾ അതിന് വേണ്ട സപ്പോർട്ട് അടിക്കാനുള്ള കമ്പിയാണ് അളവെടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നേരെ ഫൂട്ടർസിൻ്റെ ബ്രാക്കറ്റിലേക്കാണ് നമ്മൾ ബോൾട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് കണ്ണും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണിൽ മണൽ വാരിയിട്ട പോലെ ഉണ്ടാവും. പക്ഷേ പുള്ളിക്കൊന്നൊരു പ്രശ്നമല്ല. സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ട് കണ്ണ് അതിനനുസരിച്ച് അഡാപ്റ്റായി. പക്ഷേ ഏറ്റവും സേഫായിട്ട് വെൽഡ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റാണ്. ഓട്ടോ ഡാർക്കനിങ് വെൽഡിങ് ഹെൽമെറ്റ്. ഇതിൽ വരുന്നത് ഒരു ചെറിയ LCD സ്ക്രീനാണ്. അതിൽ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ വെൽഡ് ചെയ്യുന്ന കറക്റ്റ് സ്പോട്ടിൽ ആ സ്ക്രീൻ ഡാർക്കാവും. അങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റായിട്ട് വരുന്ന കുറേ വെളിച്ചം അതിൻ്റെ അകത്ത് ഒഴിവായി കിട്ടും. ആമസോണിൽ ഫ്ലിപ്കാർട്ടൊക്കെ സാധനം കിട്ടും. അവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങോട്ട് യൂസ് ചെയ്ത്. അങ്ങനെ ഈ വണ്ടീൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഞങ്ങൾ അടുത്ത വണ്ടിയിലേക്കുള്ള പണി തുടങ്ങി. MT മോട്ടോ ടോർക്കിൻ്റെ കേരിയറാണ് വാങ്ങിയത്. പക്ഷേ കണ്ടാൽ തന്നെ അറിയാം അത്ര വലിയ സ്ട്രോങ് ഒന്നുമല്ല, ലഗേജ് താങ്ങൂല. അപ്പോൾ അത് വെറുതെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് അതിന് വേണ്ട കമ്പീൻ്റെയും കാര്യങ്ങളൊക്കെ അളവെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അളവെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായ സമയം. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. നേരെ വിട്ട് ഹോട്ടലിലേക്ക്. നേരെ വെള്ളിമാടു എന്നുള്ള വൈറ്റ് വേ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അതായിരുന്നു തൊട്ടടുത്ത്. എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് അധികം ദൂരത്തേക്ക് പോകാൻ നിന്നില്ല. നേരെ തൊട്ടടുത്തുള്ളടത്ത് കയറി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞങ്ങൾ വർക്കിൽ ബിസിയായി. ബൈജോട്ടൻ അങ്ങോട്ട് പോയ സമയത്ത് ഒരു ചെറിയ വെൽഡിങ് പണി എന്നെ ഏൽപ്പിച്ചിട്ട് പോയി. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനും അത് വെൽഡ് ചെയ്ത്. വെൽഡിങ് വലിയ മോശമൊന്നും ആക്കാണ്ട് ചെയ്തു. വല്ലപ്പോഴൊക്കെ ചെയ്യുന്നതുകൊണ്ട് അല്ലറ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നമ്മളും ചെയ്യും. MTയിലാണ് കേരിയർ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി പോയത്. കാരണം നെട്ടും ബോൾട്ടും സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏരിയ കുറവാണ്. അടുത്ത് മെല്ലെ ഡ്യൂക്കിൻ്റെ പണി തുടങ്ങി. അതിൽ ഈ പറഞ്ഞ പോലെ കേരിയർ ഞങ്ങൾ എന്ത് പണി ചെയ്ത് വെച്ചാൽ ഫൂട്ടർസിൻ്റെ ബ്രാക്കറ്റിലേക്ക് സപ്പോർട്ട് കൊടുത്ത് നേരെ കേരിയറിൻ്റെ മുകളിൽ നിന്നൊരു കമ്പി നേരെ അതിലേക്ക് അടിച്ചു കൊടുത്തു. ഡ്യൂക്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഗ്രാബ് റെയിലിൻ്റെ ബോൾട്ടിലല്ല ഞങ്ങൾ കേരിയർ ഫിറ്റ് ചെയ്ത്. കുറച്ച് ബാക്കോട്ട് മാറിയിട്ട് ആ ഫൈബർ പാർട്ട് നിൽക്കുന്ന ചെറിയൊരു 10ൻ്റെ ബോൾട്ട് ഉണ്ട്, അതിലാണ് ഞങ്ങൾ കൊടുത്തത്. എന്നിട്ട് നേരെ താഴോട്ട് സപ്പോർട്ടിനുള്ള കമ്പിയാണ് ഈ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടീൻ്റെ പണി കഴിഞ്ഞു. ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതും കൊണ്ട് ഞങ്ങൾ വണ്ടിയായിട്ട് പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൻ്റെ. അതുവരെ see you.